രാത്രിയിൽ എൻ്റെ ദിവ്യകാരുണ്യ മുഖത്തിന് മുന്നിൽ ഉണർന്നിരിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. പകല് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാത്ത കൃപകൾ, രാത്രിയുടെ യാമങ്ങളിൽ പിതാവിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന മുമ്പിലിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ മുറിയിലിരുന്ന് യേശു കുരിശ് രൂപത്തിന് മുമ്പിലിരുന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി പ്രത്യേക കൃപകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ദൈവപുത്രന യേശുവിനത് അറിയാമായിരുന്നു. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പല തവണ ചെലവഴിച്ചിട്ടുണ്ട്. പള്ളി പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ജാഗ്രത പ്രാർത്ഥന ചെയ്യാം. ചിലപ്പോൾ ഒരാൾ ഒറ്റയ്ക്കുണ്ടാവുള്ളൂ, ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ആ കുടുംബത്തിൻ്റെ ചരിത്രം മാറും. നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെടുന്ന അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ നിറയും. ജീവിതത്തിൻ്റെ മനസ്സിന് ബലമുണ്ടാവും. പ്രതികൂലത നേരിടാൻ ദൈവിക ശക്തി വന്ന് നിറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളാരും ദുർബലരാകരുത്. പ്രാർത്ഥനയിൽ ബലം കണ്ടെത്തണം.